ഹായ്, എല്ലാവർക്കും ലീഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സർക്കിൾസ് എന്ന് പറയുന്ന പാഠത്തിൽ 10ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാഠം SSLC സർക്കിൾസ് എന്ന് പറയുന്ന പാഠത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഇല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം. ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും മുമ്പുള്ള വീഡിയോസുകൾ കാണുക, അതിനുശേഷം ഈ വീഡിയോയിലേക്ക് വരിക. കാരണം ഇത് തുടർച്ചയായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു ടോപ്പിക്ക് എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം. എന്താണ്? ചക്രീയ ചതുർഭുജം. ചക്രീയ ചതുർഭുജം. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം? ഞാൻ ഒരു ചതുർഭുജം ഇവിടെ വരച്ചിട്ടുണ്ട്. എന്തെന്നിട്ട് ഈ ചതുർഭുജം? ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? 4 വശങ്ങളുള്ള ജാമിതീയ രൂപത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത്. 4 വശങ്ങൾ, 4 സൈഡ്സ് ഉണ്ടാവും. ഓക്കെ, 3 സൈഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ? ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം എന്ന് വിളിക്കും. 3 വശങ്ങൾ ഉണ്ടെങ്കിൽ. 4 വശങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം. നമുക്കറിയാവുന്ന ചതുരവും ചതുരം, അതേപോലെ തന്നെ എന്താണ് സമചതുരം എന്നീ പറയുന്ന സാധനങ്ങളൊക്കെ പാരലലോഗ്രാമും സ്ക്വയറും റെക്റ്റാങ്കിളും ഒക്കെ എന്ത് തന്നെയാണ്? ക്വാഡ്രിലാറ്ററൽ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഗണത്തിൽപ്പെടുന്ന കുറച്ച് വകഭേദങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ ഞാൻ നോക്ക്, ഇവിടെ ഒരു ചതുർഭുജം വരച്ചിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഇതിനൊരു പേര് കൊടുക്കാം. ഇത് A, B, ഇതിൻ്റെ മൂലകൾക്കാണ് ഞാൻ പേര് കൊടുക്കുന്നത് കേട്ടോ. ദെൻ അടുത്ത മൂലയ്ക്ക് ഞാൻ കോർണറിന് ഞാൻ C എന്ന പേര് കൊടുത്തു. അടുത്ത കോർണറിന് ഞാൻ കൊടുത്തു? D എന്ന പേര് കൊടുത്തു. ABCD എന്ന് പറയുന്ന ഒരു ചതുർഭുജം, ഒരു ക്വാഡ്രിലാറ്ററൽ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. എന്താണ് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രത്യേകത? ഈ ചതുർഭുജത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്താ പ്രത്യേകത? A എവിടെയുള്ളത്? A എന്ന് പറയുന്ന കോർണർ എവിടെയുള്ളത്? സർക്കിളിലാണ്, ആണോ? B എന്ന് പറയുന്ന കോർണർ എവിടെയുള്ളത്? എവിടെയാണ് B ഉള്ളത്? എവിടെയാ? ഓൺ ദ സർക്കിൾ, വൃത്തത്തിലാണ്, ആണോ? C എന്ന് പറയുന്ന പോയിന്റ് എവിടെയാ? അതും എവിടെയാണ്? വൃത്തത്തിലാണ്, ഓൺ ദ സർക്കിളാണ്. D എവിടെ? ഓൺ ദ സർക്കിൾ. ഈ 4 മൂലകളും ഞാൻ പറഞ്ഞ ഈ 4 കോർണറുകളും എവിടെയാണ്? വൃത്തത്തിലാണ്, ഓൺ ദ സർക്കിളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററിനെയാണ് എന്നാ വിളിക്കുന്നത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്കിളിനകത്തുള്ള, ചക്രത്തിലുള്ള ചതുർഭുജം. ഓക്കെ, ചക്രീയ ചതുർഭുജം. അതായത് ക്വാഡ്രിലാറ്ററിൻ്റെ 4 മൂലകളും എവിടെയാണ്? 4 കോർണറുകളും സർക്കിളിലാണെങ്കിൽ, വൃത്തത്തിലാണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതായത് ചതുർഭുജത്തിൻ്റെ 4 മൂലകളും വൃത്തത്തിൽ തന്നെയാണ്. കണ്ടോ? ABCD വൃത്തത്തിൽ തന്നെയാണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററിനെ, ഈ ചതുർഭുജത്തിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ഈ സാധനം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ഓർത്തിരിക്കേണ്ട ഒരു കുഞ്ഞു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നോക്കിക്കേ, ഇവിടെ ഒരു ആംഗിൾ D, അതിന് ഓപ്പോസിറ്റ് വേറൊരു ആംഗിൾ വേറെ നിറത്തി വരയ്ക്കാം. ഇല്ല, വേണ്ട, ഇത് രണ്ടും ഈ നിറത്താൻ ഇരുന്നോട്ടെ. ഓക്കെ, ഡിയും ബിയും ഇതെന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ? ആണോ? എതിർ കോണുകളാണ്. ഈ എതിർ കോണുകൾ മക്കളെ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ, സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതായത് ബിയും ഡിയും നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇനി വേറെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയുള്ളത്? എ ഉണ്ട് അല്ലേ? എ ഉണ്ട്, സി ഉണ്ട്. ഒരു സംശയവും വേണ്ട, എയും സിയും കൂട്ടിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. ഓക്കെ, സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എങ്ങനെയായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. വാട്ട് യു മീൻ ബൈ ദ സപ്ലിമെൻ്ററി? എന്താ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ? കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടുന്ന കോണുകളെ വിളിക്കുന്ന പേരാണ് സപ്ലിമെൻ്ററി ആംഗിൾസ് ഇല്ലെങ്കിൽ അനുപൂരക കോണുകൾ. ഓക്കെ, അപ്പോൾ ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർ കോണുകൾ എന്തായിരിക്കും? അനുപൂരകമായിരിക്കും. ഇനി അനുപൂരകം ഇല്ലെങ്കിൽ സപ്ലിമെൻ്ററി എന്ന വാക്കൊന്നും ഓർത്തില്ലെങ്കിലും ഇത് ഓർത്തിരിക്കണം. ഓപ്പോസിറ്റ് ആംഗിൾസുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടുമെന്ന് മനസ്സിലാക്കണം.
ഓക്കെ, വേണമെങ്കിൽ ഒരു ഉദാഹരണം ചെയ്ത് നോക്കാം. ഞാൻ വെറുതെ പറയട്ടാ. ആംഗിൾ എ 100 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് പറയാമോ ആംഗിൾ സി എത്ര ഡിഗ്രി ആയിരിക്കും? എത്ര ഡിഗ്രി ആയിരിക്കും? യെസ്, 80 ഡിഗ്രി ആയിരിക്കും. കാരണം സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് അല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇനി ഞാനിതിങ്ങനെ വെറുതെ എഴുതട്ടെ. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഒരു 70 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ മക്കളെ നിങ്ങൾക്ക് പറയാം ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ബി എത്രയായിരിക്കും? കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ ബി എത്രയായിരിക്കും? 180 70 കുറച്ച് നോക്കടാ, കിട്ടിയില്ലേ? എത്രയാ? 110 ഡിഗ്രി. മനസ്സിലായോ? സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമുണ്ട്. അത് നമുക്ക് ചെയ്ത് നോക്കിയാലോ? ചെയ്ത് നോക്കാം. പേജ് നമ്പർ 59 ക്വസ്റ്റ്യൻ നമ്പർ 1. പേജ് നമ്പർ 59 ക്വസ്റ്റ്യൻ നമ്പർ 1. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ചോദ്യങ്ങളിൽ ഒന്നാണത്. അപ്പോൾ ചോദ്യം ഒന്ന് വായിച്ച് നോക്കാം. മലയാളം മീഡിയംകാർ പരിഭവിക്കേണ്ട, കാരണം ചോദ്യം വളരെ സിമ്പിളാണ്. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഇൻ ദ പിക്ചർ ആൻഡ് ഓൾസോ ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ ഡയഗണൽസ്. അതായത് തന്നിരിക്കുന്ന ചതുർഭുജത്തിൻ്റെ എല്ലാ കോണുകളും അതുപോലെ തന്നെ വികർണങ്ങൾ, എതിർ കോണുകൾ കൂട്ടി വരച്ചേക്കുക, എതിർ മൂലകൾ കൂട്ടി വരച്ച വര, വികരണങ്ങൾക്കിടയിലുള്ള കോണുകളും കണ്ടെത്തുക എന്നാണ്. അപ്പോൾ നമ്മളടുത്ത് ചിത്രമുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ല, വെടിപ്പായിട്ട് ആ ചിത്രം അങ്ങ് വരച്ച് വയ്ക്കും. ചിത്രം മാത്രം വരച്ച് വെച്ചാൽ മതിയോ? നല്ല ഒരു ഉച്ചിരം പേര് കൊടുത്തേക്കുക. വലിയ ഉച്ചിരമൊന്നും വേണ്ട, നമ്മൾ സാധാരണ കൊടുക്കുന്ന പേരൊക്കെ തന്നെ കൊടുത്താൽ മതി കേട്ടോ. സാധാരണ കൊടുക്കുന്ന പേരുകൾ എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കാം? എ, ബി, സി, ഡി. ഇനി പി ക്യു ആർ എസ് എന്നൊക്കെ കൊടുത്തോട്ടോ. നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ കൊടുത്തോളൂ. ഞാൻ എ ബി സി ഡി എന്ന പേര് കൊടുത്തു. ഇനി നമുക്ക് എ എത്രയാണെന്നറിയണം, ബി എത്രയാണെന്നറിയണം, സി അറിയണം, ഡി അറിയണം. അത് എയും ബിയും സിയും ഡിയും കിട്ടിക്കഴിഞ്ഞാൽ ചതുർഭുജത്തിൻ്റെ 4 കോണുകളും ആയി. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ നേരെ എന്ത് ചെയ്യാണ്? പഠിച്ച കോൺസെപ്റ്റുകളുമായിട്ട് നമ്മൾ നേരെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരാർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമായിരിക്കും. നോക്കാം നമുക്ക്. ഞാൻ തൽക്കാലം ഒരു ആംഗിളിനെ എടുക്കുകയാണ്. ഞാൻ എ ഡി എന്ന് പറയുന്ന ആംഗിളിനെ അല്ല, ആർക്കിനെ എടുക്കുകയാണ്. എ ഡി എന്ന് പറയുന്ന ആർക്ക് എടുക്കുകയാണ്. ഓക്കെ, എ ഡി ഉണ്ടാക്കിയ കോൺ ഏതാണ്? എ ഡി ഇത് എ ഡി. ഈ എ ഡി ഉണ്ടാക്കിയ ആംഗിൾ ഏതാണ്? മറുചാപത്തിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയ ആംഗിൾ നോക്കിയേ, ഇത് അല്ലേ, 30 ഡിഗ്രി ആണോ? എ ഡി ഉണ്ടാക്കിയ ആംഗിളാണ് 30. ഇസ് ഇറ്റ്? ഇതാ ഇങ്ങനെ പോയി. ഇനി എ ഡി മറ്റ് വേറെ എവിടെയെങ്കിലും ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ എ ഡി എന്ന് പറയുന്ന ആർക്കിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ നോക്കിയാൽ മതി. എ ഡിയിൽ നിന്ന് സിയിലേക്ക് പോയി, എ ഡിയിൽ നിന്ന് എങ്ങോട്ടേക്കും കൂടി വന്നിട്ടുണ്ട്? ബിയിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങോട്ട് വന്നു, ഇതിങ്ങോട്ട്. അപ്പോൾ എ ഡി ആണ് എവിടെ ആംഗിൾ ഉണ്ടാക്കിയേക്കുന്നത്? ഇവിടെ ഈ ആംഗിൾ ഉണ്ടാക്കിയേക്കുന്നത് ആണോ? അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് 30 ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. കാരണം ഒരു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകളെല്ലാം എന്താണ്? തുല്യമാണ്. അവിടെ കൊണ്ടേ 30 ഡിഗ്രി ഉണ്ടാക്കിയിട്ട് നേരെ താഴെ വന്നിട്ട് എത്ര ഡിഗ്രി ഉണ്ടാക്കിയിട്ടുണ്ടാവുക? 30 ഡിഗ്രി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എ ഡി കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് അടുത്തവനെ എടുക്കാം. നമുക്ക് എ ബി എടുത്ത് നോക്കാം. എ ബി എന്ന് പറയുന്ന ഈ ഒരു ആർക്ക് നോക്കാം. ഈ ആർക്ക് എവിടെയൊക്കെ ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്? എ ബി ഇങ്ങനെ പോയി നോക്കാം. ഇവിടെ ഡിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. എയും കൂടി ചേർന്ന് ഡിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രയാണ് ആംഗിൾ എന്ന് അറിയാവോ? അറിയില്ല. അറിയോ? എനിക്കറിയാൻ പാടില്ല. ഇനി എ ബി വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇനി അതാണ് നമ്മുടെ അടുത്ത ചാൻസ്. അവിടെ ഏതെങ്കിലും ഒരു ആംഗിൾ കിട്ടിയാൽ അത് തന്നെ ആയിരിക്കും ഇപ്പറേ ഉണ്ടായിരിക്കുക. ശരിയല്ലേ? അപ്പം എ ബി വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കി നോക്കി ഇതേ സിയിൽ ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇവൻ തന്നെയാണ് അല്ലേ, എ ബി. കണ്ടോ, എ ബി ആണ് സിയിലും ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതും അറിയില്ല. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. ഒരെണ്ണം 30 എന്ന് അറിയാവുന്നത് കൊണ്ട് നമ്മൾ അടുത്ത 30 എന്ന് എഴുതിയായിരുന്നു. ഇവിടെ രണ്ടും എന്തില്ല? അറിയില്ല. ദൈവമേ, എന്ത് ചെയ്യും? പെട്ടു. വെറുതെ സമയം കളയണ്ട. രണ്ടും അറിയില്ലെങ്കിൽ വിട്ടേക്കുക. അറിയില്ലെങ്കിൽ വിട്ട് കളയണമെന്നേ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ട് കളയേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിട്ട് കളയണം മിസ്റ്റർ. അപ്പോൾ നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം. അടുത്ത എന്താണ്? ബി സി നോക്കാം. നമുക്ക് എന്തായാലും ഇപ്പോൾ എ ബി കിട്ടിയില്ല. ഇനി അടുത്ത നോക്കാം നമുക്ക് ബി സി ഉണ്ടാക്കിയേക്കുന്ന ആംഗിൾ ഏതാ? നോക്കി ബി സി ഉണ്ടോ. ബി സി ഉണ്ടാക്കിയ ആംഗിളാണ് ഈ 50 ഡിഗ്രി അല്ലേ. കണ്ടോ അല്ലേ?
അതുണ്ടോ, സിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, ബിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ബി സി ഉണ്ടാക്കിയ ആംഗിളാണ് എന്ത്, ഈ 50 ഡിഗ്രി. ഇനി ബി സി സർക്കിളിൻ്റെ മറ്റ് ഏതെങ്കിലും ഭാഗത്ത് കോൺ ഉണ്ടാക്കിയിട്ടുണ്ടോ? ബി സിയിൽ നിന്ന് എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെന്ന് നോക്ക്, എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് കണ്ടോ, ബിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അല്ലേ. അപ്പം എ. ഓക്കെ, സിയിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ബി സി മറുചാപത്തിലുണ്ടാക്കിയ മറ്റൊരു കോണാണ് എന്ത്, എ എന്ന് പറയുന്നത്. അപ്പോൾ ബി സി ഉണ്ടാക്കിയ ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയാം. എത്ര ഡിഗ്രി? 50 ഡിഗ്രി. അപ്പോൾ ഇതും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുമായി. ഇനി അടുത്തവനെ നോക്കാം, അടുത്തവനെ പിടിക്കാം. അടുത്തവനെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആരെയാണ്? നമുക്ക് സി ഡിനെ നോക്കാം. നമുക്ക് ആരെ നോക്കാം? സി ഡി എന്ന് പറയുന്ന ആംഗിളിനെ നോക്കാം. നമുക്ക് വേറെ കളർ എടുക്കാം, സി ഡിനെ നോക്കാം. സി ഡി. ഓക്കെ, സി ഡി എവിടെയൊക്കെ ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കി. സി ഡി, ഈ സി ഡി, സിന്ന് നോക്ക്, സി ഡി, സി എന്നും ഡി എന്നും വന്നാൽ ഇവിടെ ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തില്ല, നമുക്ക് തന്നിട്ടില്ല, അറിയില്ല. സി ഡിയിൽ വേറെ എവിടെയെങ്കിലും സി ഡി ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? സി ഡി നോക്കി, ഈ സി ഡി ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ അല്ലേ സി ഡി ഉണ്ടാക്കിയ ആംഗിളാണ് ഏത്? ഈ 45 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ സി ഡി ഇവിടെ ഉണ്ടാക്കിയ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയ ആംഗിളും എത്ര തന്നെയായിരിക്കും? എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും. ആണോ? ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ആയി അല്ലേ. എ ആയി, അതേപോലെ തന്നെ ബി ആയി. സിയും ഡിയും നമുക്ക് എന്തായില്ല, കിട്ടിയില്ല. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? പല രീതിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി നോക്കാം. അതല്ലാതെയും ചെയ്യാം കേട്ടോ. അതല്ലാതെയും ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ഉപയോഗിച്ചൊക്കെ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും നമ്മളിപ്പോൾ പഠിച്ച ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അല്ലേ, അപ്പോൾ അത് ഉപയോഗിച്ചും ചെയ്യാൻ നോക്കാം. നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. എതിർ കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. അങ്ങനെയെങ്കിൽ നോക്കിക്കേ മക്കളെ, ഈ ആംഗിൾ ബിയും ഡിയും കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടും? ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടണ്ടേ? കാരണം അത് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. നിങ്ങൾക്ക് എയും സിയും വേണമെങ്കിൽ എടുക്കാം കേട്ടോ, ഒന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബിയും ഡിയും കൂട്ടി കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. ആംഗിൾ ബി എത്രയാണ്? 45, 35, 75 ഡിഗ്രി. 75 പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180. അങ്ങനെയെങ്കിൽ ആംഗിൾ ഡി എത്രയാണെന്ന് നോക്കാം. ആംഗിൾ ഡി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് 75 കുറച്ചാൽ മതി. 180 മൈനസ് 75 എത്ര കിട്ടും നിങ്ങൾക്ക്? 105 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. എത്ര കിട്ടും? 180 നിന്ന് 75 കുറച്ച് കഴിഞ്ഞാൽ 105 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഈ ആംഗിൾ മുഴുവൻ എത്രയാണ്? 105 ഡിഗ്രിയാണ്. ബട്ട് ഇതിനകത്ത് ഈ ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയാം. ആ ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രിയാണ്. 50 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ നമ്മൾ ഈ മഞ്ഞ നിറത്തിൽ ഇവിടെ വരച്ച് വെച്ച ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? എത്രയായിരിക്കും? ഒരെണ്ണം 50, രണ്ടും കൂടി കൂട്ടുമ്പോൾ 105. എത്ര ഡിഗ്രി ആയിരിക്കും അപ്പം? 55 ഡിഗ്രി ആയിരിക്കും അല്ലേ. 55ഉം 50ഉം 105 ഡിഗ്രി. ഇനിയൊരു സാധനം കിട്ടി. ഇത് നോക്കിക്കേ, എ ബി ഉണ്ടാക്കിയ ആംഗിളാണ് നമുക്കിപ്പോൾ കിട്ടിയത്, ഡി എന്ന് പറയുന്നത്. എ ബി വൃത്തത്തിൻ്റെ മറ്റൊരു ഭാഗത്തും ആംഗിൾ ഉണ്ടാക്കി നമ്മൾ മഞ്ഞ നിറത്തിലൂടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എ ബി ഇവിടെ 55 ഡിഗ്രിയാണ് ഉണ്ടാക്കിയെങ്കിൽ ഇവിടെയും എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 55 ഡിഗ്രി തന്നെയായിരിക്കും ഉണ്ടാക്കിയിരിക്കുക. ശരിയല്ലേ? ഇനിയിപ്പോൾ എല്ലാ ആംഗിൾസും ആയോ നോക്കാം. ആംഗിൾ എ എത്ര ഡിഗ്രിയാണ്? 50ഉം 45ഉം 95 ഡിഗ്രി. ആംഗിൾ ബി എത്രയാണ്? ആംഗിൾ ബി എത്രയാ? കൂട്ടി നോക്കടാ. ആംഗിൾ ബി 30ഉം 45ഉം 75 ഡിഗ്രി. ആംഗിൾ സി എത്രയാ? 30ഉം 55ഉം എത്ര ഡിഗ്രി കിട്ടി? 85 ഡിഗ്രി. 85 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അടുത്തതോ ആംഗിൾ ഡി. ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 50ഉം 55ഉം അല്ലെങ്കിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 105 ഡിഗ്രി കിട്ടി. അപ്പോൾ ചതുർഭുജത്തിൻ്റെ എല്ലാ കോണുകളും കിട്ടി. ഇനി ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, വികരണങ്ങളുടെ ചുറ്റുമുള്ള കോണുകൾ ഇല്ലേ. അതായത് എന്താ വികരണം? ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് കോർണറുകൾ കൂട്ടിയോജിപ്പിച്ച് വരച്ച ഈ ബി ഡി എന്ന് പറയുന്ന ഈ വര, അതേപോലെ തന്നെ ഇത് രണ്ടും കൂട്ടിയോജിപ്പിച്ച് വരച്ച എ സി എന്ന് പറയുന്ന വരയുമാണെന്നത് ഡയഗണൽ അല്ലെങ്കിൽ വികരണങ്ങൾ. ഇതിന് ചുറ്റുമുള്ള ആംഗിൾസ്, ഈ ആംഗിൾസ്, ഈ ആംഗിൾസ്, ഈ ആംഗിൾസ്, ഈ 4 കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? വെരി സിമ്പിൾ. ഇതൊരു ത്രികോണമാണ് അല്ലേ. ഞാൻ ഒ എന്ന് പേര് കൊടുത്തോട്ടെ.
അങ്ങനെയെങ്കിൽ COD എന്ന് പറയുന്നത് എന്താണ്? COD എന്ന് പറയുന്നത് വേണം ചിത്രം കളർ ചെയ്യണം, നമുക്ക് കളർ ചെയ്യാൻ നമ്മൾ ഭയങ്കര ഉസ്താദുക്കളാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ COD എന്ന് പറയുന്ന ഇത് കളർ ചെയ്തു. ഈ COD എന്ന് പറയുന്നത് എന്താണ്? ഒരു ത്രികോണമാണ്. ത്രികോണത്തിൻ്റെ എല്ലാ കോണുകളും കൂട്ടി എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇത് 50 ഇത് 30. 50ഉം 30ഉം 80. ഒരു ത്രികോണത്തിലെ എല്ലാ കോണുകളും കൂട്ടുമ്പോൾ 180. അപ്പോൾ ഇപ്പോൾ 80 കിട്ടി. ഇനി ബാക്കി ഇത് എത്രയായിരിക്കും അന്നേരം? 100 ഡിഗ്രി ആയിരിക്കും. ആണോ? എത്ര ഡിഗ്രി ആയിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. 100 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ത്രികോണത്തിന് എല്ലാ കോണും കൂട്ടുമ്പോൾ 180 ഇത് 100 ആണെങ്കിൽ ഈ താഴത്തെ ആംഗിൾ എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. മക്കളെ, 2 വരകൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ഒരു ജോഡി എതിർകോണുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിൾ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്നാണ് പറയുന്നത്. അതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ മുകളിൽ 100 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ താഴെയും എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ഇവൻ എത്രയാണെന്ന് അറിയണം അല്ലേ മക്കളെ? നോക്ക്, BD എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, ഒരു നേർരേഖയാണ്. ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ആംഗിൾ എത്രയാടാ? ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. ആണോ? ഒരു നേർരേഖ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോണളവ് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 100 എന്ന് കിടപ്പില്ലേ? അങ്ങനെയെങ്കിൽ ഇത് എത്രയായിരിക്കും? 80. കാരണം ഇത് ഒറ്റ വരയാണ്. ലീനിയർ പെയർ. എന്താ ഇതിനെ വിളിക്കുക? ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡിയാണ്. ഓക്കെ, രേഖീയ ജോഡിയാണ്. ഓക്കെ, ഇനി അതൊന്നും ഓർത്തില്ലെങ്കിൽ ഇത് ഓർത്താൽ മതി. ഒരു വരയിൻ്റെ കോണളവ് എത്രയാടാ? 180 ഡിഗ്രി. അപ്പോൾ ഇപ്പുറം 100 കിടക്കുന്നെങ്കിൽ തൊട്ടിപ്പുറം എന്തായിരിക്കും? 80 ആയിരിക്കും. ഇനി ഇത് 80 കിടക്കുന്നെങ്കിൽ ഇത് എത്രയായിരിക്കും? അതും 80 ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. ഇപ്പോൾ ഈ ആൻസറും കിട്ടിയില്ലേ? ആംഗിൾ ബിറ്റ്വീൻ ദ ഡയഗണൽസ് 100 ഡിഗ്രി ആൻഡ് 80 ഡിഗ്രി. ഡയഗണലിന് ചുറ്റുമുള്ള കോണുകൾ ഏതൊക്കെയാണ്? 100 ഡിഗ്രിയും അതുപോലെ തന്നെ എത്രയാണ്? 80 ഡിഗ്രിയുമാണ്. ക്ലിയർ ആയോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് നോക്കുക, നന്നായിട്ടൊന്ന് പഠിക്കുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.